അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്ക് പോവാണ് നമ്മൾ. ഈ മാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ആദ്യത്തെ ഐഎസ്എൽ മാച്ചാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എന്താ കൊണ്ടുപോകേണ്ടത് എങ്ങനെ പോകേണ്ടതെന്നുള്ളൊരു പിടുത്തമില്ല. പക്ഷെ നമ്മൾ പോവാണ്. ഏത് ജേഴ്സി എത്ര ഏട്ടാ? 250, 150. എടി നിനക്ക് ഏതാ വേണ്ടേ? പ്രത്യേകത എന്തുവാ? ഈ വർഷത്തെ അപ്ഡേറ്റഡ് മോഡല് കഴിഞ്ഞ വർഷത്താണ് 150. അപ്പൊ അങ്ങനെ നമ്മള് എന്താണ് ജേഴ്സി ഒക്കെ വാങ്ങി സൈഡിലടി സാധനങ്ങളൊക്കെ മേടിച്ചത്. ഇതങ്ങനെ ഇപ്പൊ തലയെ കെട്ടും. അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ വരും. എന്താണ് സാധനമൊക്കെ മേടിച്ച് ഇതൊക്കെ മേടിച്ചത് തുണി മാറാൻ പോകണുണ്ടോ? ഇല്ല. നീണ്ട 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നേക്കണേണ്. അപ്പൊ ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാം. ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ പോകുന്നോണ്ട് എന്തായാലും നമ്മൾ കേരള സുഹൃത്തുക്കളെ കയറുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിലേക്ക് നമ്മൾ കയറുകയാണ്. കയറണ്ടേ? ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ആരെ വിളിക്കാമെന്ന് ഞാൻ പറയാറുന്നേ. നമുക്കിത് നേരെ എന്താ സീറ്റിങ്ങിൽ നിന്ന് താഴേക്കിറങ്ങി കളിച്ചാലോ? അപ്പൊ അങ്ങനെ ബാഗ് സാധനങ്ങളൊക്കെ വെച്ച് കയറി. അതാ ആദ്യമായിട്ട് VIP ടിക്കറ്റ് എടുത്ത് കയറാൻ പോണ. അതിൻ്റെ ഒരു ത്രില്ല കേട്ടോ. എന്തേലും പറ. അതെ, പക്ഷെ പിടിച്ചു വന്നപ്പം ഇതിനകത്ത് രസമുണ്ട്. എന്ത് തോന്നുന്നു? 2014 തൊട്ട് കാത്തിരിക്കുന്നതാ ഇങ്ങനത്തെ ഒരു ശുഭമുഹൂർത്തത്തിന് വേണ്ടി. TV മാത്രം കണ്ടിരിക്കും. കണ്ടൊക്കെ നിറയുന്നു.
എടുക്കുന്നത് അപ്പൊ അങ്ങനെ കളി തോറ്റ്. പക്ഷെ നിന്റെ ആഗ്രഹം സഫലമായില്ലേ? ആഗ്രഹം സഫലമായി, അത് മതി. മതിയില്ലേ? പഴയ പ്ലേയേഴ്സിനൊന്നും കാണാൻ പറ്റില്ല. ലൂണയെയും നോവയെയും പെപ്രേനെയും കൊച്ചിനൊന്നും കാണാൻ പറ്റില്ല ആദ്യമായിട്ട് വന്നോണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് പുതിയ ഡിഷൻ കളി തോറ്റ വിഷമത്തിൽ കണ്ണീര് തുറച്ചു കളയുന്ന റംസി ജോണിനെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ? അപ്പൊ അങ്ങനെ തോറ്റ ക്ഷീണത്തിൽ വിഷമമൊക്കെ കഴിച്ച്, തോറ്റ ക്ഷീണത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച്, ഒരു പ്ലേറ്റ് കൊത്തു പൊറോട്ടയും ഒരു ടീ റോസ്റ്റും ഒരു ഗോബി 65 ഒരു തണ്ണിമത്തങ്ങ ജ്യൂസ് ഒക്കെ കഴിച്ചിട്ട് ആ വിഷമം അങ്ങ് തീർത്തു. വിഷമൊന്നും ഇല്ല, ചെറിയൊരു സങ്കടം. അപ്പൊ എന്തായാലും അങ്ങനെയായിരുന്നു നമ്മുടെ ISL വ്ളോഗ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ തുറന്നിട്ടില്ല, ഒറ്റയ്ക്കായാലും പോകും. അതെ. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക്, അടുത്ത ISL അടുത്ത പരിപാടി പിടിക്കാം. അപ്പൊ അതുവരെ കാണുമ്പോഴേക്കും